അണ്ടർ-17 ലോകകപ്പ് ഫൈനലിൽ ഗാലറിയുടെ പിന്തുണ പോർച്ചുഗലിന് കരുത്തായെന്ന് ആരാധകർ. ഫൈനലിൽ ഇടറി വീണെങ്കിലും കാണികളുടെ മനം നിറച്ചാണ് ഓസ്ട്രിയ മടങ്ങുന്നത്. ദോഹയിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കളി വളരെ നല്ല സൂപ്പർ കളിയായിരുന്നു. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഓസ്ട്രിയക്കാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പോർച്ചുഗൽ കപ്പടിച്ചു. അതിൽ ചെറിയ വിഷമമുണ്ട്. പക്ഷേ അവർ നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് അവർ ജയിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ അറ്റാക്കിലാണ് ആദ്യത്തെ ഹാഫിൽ അവർ കുറെ കൂടി ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചു. ടാക്ടിക്കലി ഒരു പിഴവ് സംഭവിച്ചവിടെ. അത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങോട്ട് പോരായിരുന്നു, അങ്ങ് അടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നില്ലായിരുന്നു. അതുപോലെ തോന്നി, നമുക്ക് അങ്ങനെ തോന്നി പേഴ്സണലി. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്തവർ കളിച്ചത്. പിന്നെ അവരുടെ ഡിഫൻസ് ആണെങ്കിലും ഫോർവേഡ് ആണെങ്കിലും നല്ല കളിയായിരുന്നു. അപ്പോൾ പിന്നെ ഇത് ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഒരു പഴയ ഒരു ചെറിയ ടീം, മറ്റൊരു നല്ലൊരു വലിയ ടീം. അപ്പോൾ പിന്നെ അതിൻ്റെതായ തോൽവി അംഗീകരിക്കുന്നു, അതിൽ കൂടെ ഒന്നുമില്ല. പക്ഷേ ഓസ്ട്രേലിയ 17 ഗോൾ അടിക്കുകയും ഒരൊറ്റ ഗോൾ വഴങ്ങുകയും ചെയ്ത ടീമാണ്. കാരണം അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു, ഇറ്റലിയെ തോൽപ്പിച്ചു. പക്ഷെ പോർച്ചുഗൽ അവർക്ക് തോൽപ്പിക്കാൻ പറ്റാവുന്ന ടീം തന്നെയായിരുന്നു. ഗ്രൗണ്ടിന്റെ സപ്പോർട്ടും കൂടെ നോക്കിയാൽ മതിയല്ലോ. ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫുള്ളി വന്നത് ഒരു 80% വന്നത് പോർച്ചുഗലിലാണ്. ഓസ്ട്രേലിയക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെയായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. അതിൻ്റെയും കൂടെ ഉണ്ടല്ലോ, ഗ്രൗണ്ട് സപ്പോർട്ടും ഉണ്ട്, പിന്നെ കളിക്കാരുടെ ഒരു ഇതുമുണ്ട്. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പോർച്ചുഗലിനാണ് സെറ്റപ്പ്. The game has been very fine. Both teams, Austria and Portugal, they have played very well. However, the one who had used the most chances they created is the one who has come with the trophy. And both teams have played very well. ഓസ്ട്രേലിയയുടെ ആരാധികയായിട്ടാണ് വന്നത്. ആരാധികയായിട്ട് വന്നല്ല, നമ്മള് കളി കാണാൻ വന്നുകൊണ്ട് രണ്ട് ടീമില് ഓസ്ട്രേലിയ പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരെ കുറച്ചുകൂടെ കൊച്ചു പിള്ളേരെ പോലെ തോന്നി, മറ്റവരെ കുറച്ചുകൂടി സൈസ് കൊണ്ട് വലിയ പിള്ളേരെ. എല്ലാവരും അണ്ടർ-17 ആണേലും നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞു പിള്ളേരെ പോലെ തോന്നിയോണ്ട് അവരെ സപ്പോർട്ട് ചെയ്താ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കളി? സൂപ്പർ അടിപൊളി, നല്ലോണം. എങ്ങനെയാണെന്ന് വിലയിരുത്തിയാൽ എങ്ങനെയുണ്ട്? നല്ല വാശിയേറിയ ഫൈനൽ തന്നെ. പോർച്ചുഗൽ നല്ല കളിച്ചു. സെക്കൻഡ് ഹാഫിൽ നല്ല പോർച്ചുഗൽ സൈഡിൽ തന്നെയായിരുന്നു, നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു. മോനും അതേപോലെ പോർച്ചുഗലിന്റെ ബിഗ് ഫാൻ ആയതുകൊണ്ട് അതിനും നല്ല സന്തോഷമുണ്ട്. പോർച്ചുഗൽ ജയിച്ചുകൊണ്ട് വളരെ സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട ടീം, എൻ്റെ ഫേവറേറ്റ് ടീമായിരുന്നു പോർച്ചുഗൽ. ഇനി 2026 വേൾഡ് കപ്പ് റൊണാൾഡോ ഉണ്ടാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. സൂപ്പറായിരുന്നു പോർച്ചുഗല്. ഞാൻ എന്താ പറയുക, മെസ്സി ഫാനാണ്. ബട്ട് മോന് പോർച്ചുഗലാണ്. പക്ഷെ ഇന്നത്തെ കളി കണ്ടപ്പോൾ പോർച്ചുഗലിനോട് ഒന്നുകൂടെ ഒത്തിരി ഇഷ്ടം കൂടി. ഏതായാലും ഒരു ഫിഫ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ എല്ലാവിധ വീറും വാശിയും ഉള്ള ഫൈനൽ തന്നെയായിരുന്നു അണ്ടർ-17 ലോകകപ്പിൻ്റെത്. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ.